മുഹമ്മദ് അസ്ലം വീണ്ടും ചേരുന്നുണ്ട്. അസ്ലം, നേരത്തെ സെയ്ഫ് സൈലാബുദ്ദീൻ സൂചിപ്പിച്ചത് എല്ലാ തടസ്സങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ആളുകൾ ബൂത്തുകളിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഒരു ആവശ്യമായിരുന്നു എന്നുള്ളതിൻ്റെ സൂചകമാണോ ഈ ആളുകളുടെ ഒഴുക്ക് സൂചിപ്പിക്കുന്നത്? നഫൽ, അടുത്തിടെ വന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും നിലമ്പൂരുകാരുടെ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. നമ്മൾ രാവിലെ ഇവിടെ 6 മണിക്ക് എത്തുമ്പോൾ മുതൽ തന്നെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു, വയസ്സായ ആൾക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 42% കവിഞ്ഞിരിക്കുന്നു നിലമ്പൂർ ആകെയുള്ള വോട്ടിംഗ് പെർസെന്റേജ്. നമ്മൾ നിൽക്കുന്ന ബൂത്ത് എന്ന് പറയുന്നത് നഗരത്തിലെ ഒരു ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലാണ്. അവിടെ 45% കഴിഞ്ഞിരിക്കുന്നു. 179ാമത്തെ പോളിംഗ് സ്റ്റേഷനിലാണ് ഈ ക്യൂ നമ്മൾ കാണുന്നത്. കുറച്ചേരായിട്ട് നിൽക്കുകയാണോ? ഉഷാറായി. എന്താ പൊതുവെ നേരത്തെ വന്നിട്ട് പോയതാണ്, പക്ഷെ തിരക്ക് നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്ലോ ആണ് പൊതുവെ. കുറച്ച് സ്പീഡ് ഉണ്ട്. എന്തെങ്കിലും പ്രോസസിങ് എന്തെങ്കിലും വോട്ട് ചെയ്തിട്ടു. അല്ല, ഇതിപ്പോ പെട്ടെന്നുണ്ടായ സംഭവല്ലേ. നമ്മൾ എന്തായാലും വോട്ട് ചെയ്യാം. കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. മഴയൊക്കെ ആയിട്ട് മഴ ആയിട്ട് കുറയാൻ സാധ്യതയില്ല. മഴ പ്രശ്നമല്ല. ഇല്ല 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 ഇല്ല, മഴയൊന്നും പ്രശ്നമില്ല. അല്ലല്ല, ഇതിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം കണ്ട ഇത് മൂന്നാമത്തെ പ്രാവശ്യം. നൗഫലെ, എല്ലാ ഇടയ്ക്കിടയ്ക്ക് വോട്ടെടുപ്പ് ഉള്ളത് കൊണ്ട് ഇവിടെ ആൾക്കാർക്ക് എങ്ങനെ കാത്ത് കുറെ നേരം ഇരിക്കണോ? കഴിക്കാനുള്ള സമയമായില്ലേ? എന്തായാലും ഈ വോട്ടെടുപ്പ് പിന്നെ കാത്ത് ആൾക്കാര് നിൽക്കുന്നുണ്ട്. ആദ്യത്തെ വോട്ട് പോലാണല്ലോ, ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വന്നിട്ട് കാത്തിരിക്കുകയാണല്ലേ? കാത്തുതന്നെ ചെയ്യും. കന്നി വോട്ടർമാരടക്കം നിരവധി ആൾക്കാരാണ് വോട്ടെടുപ്പിന് കാത്തിരിക്കുന്നത്. രാവിലെ 9 മണി 13% 11 മണിയായപ്പോൾ അത് 30% ഉയർന്നു. ഇപ്പോൾ 42% കവിഞ്ഞിരിക്കുന്നു. 3 മണിക്ക് ക്രമാനുഗതമായി പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട് എന്നാണ് അസ്ലം റിപ്പോർട്ട് ചെയ്യുന്നത്. ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും അത് മനസ്സിലാക്കുന്നു. അതായത് കന്നി വോട്ടുകാരും ഏറെക്കാലമായി വോട്ട് ചെയ്യുന്നവരും വളരെ ആവേശത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് പോളിംഗ് ബൂത്തിൽ നിൽക്കുന്നത്.